പ്രളയകാലത്ത് കേരളത്തിന് വിദേശ സഹായത്തിന് അനുമതി നൽകാതിരുന്ന കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയ്ക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകിയതിൽ വിവാദം. കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ വേർതിരിവെന്ന് കുറ്റപ്പെടുത്തി സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രംഗത്തെത്തി. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം വിഭജിക്കുമ്പോഴും ഈ വിവേചനമുണ്ടെന്ന് CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം തുടരുന്ന സംസ്ഥാന സർക്കാർ വിമർശനത്തിന് പിന്നാലെയാണ് പുതിയ തീരുമാനം വിവാദമാകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാനാണ് മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ആദ്യമായാണ് FCRI ആക്ട് പ്രകാരം ഒരു സംസ്ഥാനത്തിന് അനുമതി ലഭിക്കുന്നത്. പ്രതിസന്ധി കാലങ്ങളിൽ കേരളം പലകുറി വിദേശ സഹായം സ്വീകരിക്കാൻ അനുമതി തേടിയെങ്കിലും കേന്ദ്രം തള്ളി. രണ്ട് സംസ്ഥാനങ്ങൾക്ക് രണ്ട് നീതി എന്ന കേന്ദ്ര നിലപാടിൽ രൂക്ഷ വിമർശനവുമായി K.N. ബാലഗോപാൽ രംഗത്തെത്തി. വളരെ വലിയ ദുരിതം വരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായി കാണുന്ന ഒരു സമീപനം ഉണ്ടെന്നുള്ള സംശയം കേരളീയർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് തോന്നിയാൽ അത് അത്ഭുതമില്ല. ദുരിതവുമല്ല അവരുടെ മാനദണ്ഡം, മറിച്ച് രാഷ്ട്രീയമാണ് മാനദണ്ഡം എന്ന് വരുന്നത് ഭരണാധികാരികൾക്ക് ചേരുന്നതല്ല, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന് ചേരുന്നതല്ല. കേന്ദ്രത്തിന്റെ തീരുമാനം സംസ്കാര ശൂന്യമെന്ന CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് വിഹിതം വിഭജിക്കുമ്പോഴും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തോടുമെല്ലാം കൊടിയ വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവേചനപരമായ ജനാധിപത്യ വിരുദ്ധമായ സംസ്കാരശൂന്യമായ എന്ന് തന്നെ ഞാൻ പറയും സമീപനമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് UAE സർക്കാർ 700 കോടി രൂപയായിരുന്നു കേരളത്തിന് വാഗ്ദാനം ചെയ്തത്. കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെ പണം സ്വീകരിക്കാനായില്ല. കേരളത്തോടുള്ള അവഗണന സജീവ ചർച്ചയാക്കുകയാണ് CPIM. 24 തിരുവനന്തപുരം.